നമസ്കാരം. ഞാനൊരു ചെറിയ മോട്ടോ വ്ലോഗിങ് അല്ലെങ്കിൽ എന്താ പറയുക ഫേസ് കാണിക്കാതെ ഒരു വീഡിയോ ഇടുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ ഫേസ് കണ്ടിട്ട് ഇല്ലെങ്കിൽ കാണാതെ ഉള്ളൊരു റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ ഒരു സഞ്ചാരം ആരംഭിച്ചിരിക്കുകയാണ്. ഈ കാണുന്നത് ഹരിപ്പാടിനടുത്തുള്ള ഏവൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ അമ്പലമാണ് ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ കണ്ടത്. അവിടുത്തെ ആറാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നേരത്തെ ഈ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണുക. വളരെ എന്താ പറയുക ഗ്രാമീണത ഇപ്പോഴും തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകളും ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടാണോ എന്നറിയത്തില്ല, ഈ റോഡ് എപ്പോഴും ഗുഡ് കണ്ടീഷനിലായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഓടിച്ച് എല്ലാ വാഹനങ്ങളും, അതായത് ബൈക്കാണേലും കാറാണേലും ഞാൻ ഓടിച്ച് പഠിച്ചത് ഇവിടെയാണ്. ഈ കാണുന്ന റോഡ് വരുന്നതിന് മുമ്പ് അതിന് ശേഷം, അതായത് ഈ റോഡ് കുറച്ച് ദൂരമേ ഉള്ളൂ ഈ റോഡ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഒരു 4 അല്ലെങ്കിൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 4 കിലോമീറ്ററൊക്കെ ഉള്ളൂ ഈ റോഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു നല്ല റോഡ് കാണുമ്പോൾ ചിലർക്ക് ആവേശം കൂടും. അതുപോലെ തന്നെ ഈ റോഡിൽ പെട്ടെന്നുള്ള കർവും കാര്യങ്ങളുമാണ് വരുന്നത്. അപ്പം ഇവിടെ അത്യാവശ്യം അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പുതിയതായിട്ട് വാഹനം എടുത്ത കുട്ടികളുടെ സൈഡിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പരിചയമില്ലാത്ത ആൾക്കാർ ഇതിലെ വഴി വരുമ്പോൾ, അതായത് ഈ ഏവൂർ അമ്പലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നവർ, അതുപോലെ തന്നെ ഇതിലെ വഴി പാസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് മാവേലിക്കര സൈഡിൽ നിന്നൊക്കെ കായംകുളത്തോട്ട് പോകുമ്പോൾ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് ഈ റോഡെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ വഴിയൊക്കെ പോകുമ്പോൾ നല്ല അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം പെട്ടെന്ന് നമ്മളിത് നല്ലൊരു പോർഷൻ കാണുമ്പോൾ, റോഡിൽ നല്ലൊരു പോർഷൻ കാണുമ്പോൾ സ്പീഡ് കൂട്ടുക. അതുപോലെ തന്നെ റോഡിൻ്റെ വിസിബിലിറ്റി കുറയുന്ന ഒരു ടൈമിൽ നമ്മൾ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളൊരു സിസ്റ്റം ഇല്ല. വിസിബിലിറ്റി നമുക്കൊരു ബ്രേക്കിങ്ങിൻ്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ സ്പീഡ് കുറച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപകടം ഉണ്ടാവും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സാൻഡ്രോയാണ്. ഇതിന് പകരം ഞാനൊരു 800 ആണ് ഓടിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഈ ഒരു സ്പീഡ് ഈ റോഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പെട്ടെന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ 800 കൈ കിട്ടത്തില്ല, അത് പാളുകയും ചെയ്യും. അതുപോലെ തന്നെ ബ്രേക്കിങ്ങിൽ നിന്ന് ഒരു 200 മീറ്റേഴ്സൊക്കെ കഴിഞ്ഞിട്ടേ വണ്ടി നിൽക്കത്തുള്ളൂ. അത്രയും എഫിഷ്യൻ്റ് ആയിരിക്കും ആ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ബാക്ക് ടു ഏവൂർ എന്ന് പറയുന്നത് ഗ്രാമീണതയുടെ ഒരു നിറകുടമാണ്. ഗ്രാമീണത ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന കാവും കുളങ്ങളും അമ്പലങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഇന്നും ഇവിടെ നിന്ന് ഉള്ള പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പരുമല, മുതുകുളം, കായംകുളത്തോട്ടൊക്കെ പോകുന്ന വഴിക്ക് ചൂടുതാങ്ങി കാണാൻ പറ്റും. അതായത് ചൂടുതാങ്ങി എന്ന് പറഞ്ഞാൽ ഒരു റോഡ് സൈഡിൽ കാണുന്ന ഒരു കല്ലുകൊണ്ടുള്ളൊരു ഷെൽഫാണ് ഈ ചൂടുതാങ്ങി എന്ന് പറയുന്നത്. 2 കല്ല് കുത്തനെ നിർത്തുന്നു, അതിന് ക്രോസിംഗ് ആയിട്ട് വേറൊരു വീതിയുള്ളൊരു കല്ലും വെക്കുന്നു. അതിൻ്റെ മുകളിൽ നമുക്ക് ഇരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ തലയിൽ നടന്നു വരുന്നവർക്ക് തലയിലുള്ള ആ ഒരു ചുവട് പെട്ടെന്ന് ഇറക്കി വെക്കാം. അതായത് ഉദാഹരണത്തിന് നമ്മുടെ ഈ പറയുന്ന ഏവൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാനിപ്പോൾ യാത്ര തുടങ്ങിയ ഏവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പള്ളിപ്പാട് എന്ന് പറയുന്ന എൻ്റെ പപ്പായുടെ സ്ഥലത്തേക്ക്, അതായത് അമ്മ വീട്ടിൽ നിന്നും അച്ഛൻ്റെ വീട്ടിലേക്കുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് ഏകദേശം 4 കിലോമീറ്ററോളം വരും. ഒരു മനുഷ്യന് ഏകദേശം നടക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 1.5 മണിക്കൂർ നടക്കാനുള്ളൊരു യാത്രയുണ്ട് വൺ സൈഡ്. അപ്പോൾ തിരിച്ച് ഏകദേശം മൊത്തത്തിലൊരു 3-3.5 മണിക്കൂർ യാത്രയുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും അന്നത്തെ കാലത്തെ ആൾക്കാർ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ യാത്രയില്ല. കാരണം റോഡിൽ വെളിച്ചം ഉണ്ടായിരിക്കത്തില്ല. പിന്നെ തസ്കരന്മാരുടെ ശല്യം, കായംകുളം എന്ന് പറയുന്ന സ്ഥലം ഇതിൻ്റെ തൊട്ടടുത്താണ്. കായംകുളം കൊച്ചുണ്ണിമാരുടെ ശല്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഒരു ദിവസം അവിടെ എന്തായാലും തങ്ങും. അത് കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പം നമ്മൾ ഈ ചൂടുതാങ്ങിയുടെ കാര്യം ഞാൻ പറയാം. നമ്മൾ പണ്ട് കാലത്ത് ഇതുപോലെ യാത്ര ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും കയ്യിലൊരു കൊട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഞ്ചി, ഒരു പൊക്കണം കാണും, അല്ലെങ്കിൽ ഒരു ചുവട് കാണും. ആ ചുവടിൻ്റെ അകത്ത് നിറച്ച് എന്താ പറയുക കാച്ചിൽ, ചേന, ചേമ്പ്, കപ്പ, അതുപോലെ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന സാധനങ്ങൾ നമ്മുടെ ബന്ധുവീട്ടിലേക്ക് കൊടുക്കാനായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ചുവടൊന്ന് ഇറക്കി വെച്ച് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ചൂടുതാങ്ങിയും അതിനോട് അനുബന്ധിച്ചുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അവിടെ മോര് കച്ചവടം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കച്ചവട ഒരു സാധനങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ കാണാറുണ്ടായിരുന്നെന്നാണ് പണ്ട് കാലത്തെ അമ്മച്ചിമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പം ഇതുപോലെ ചൂടുതാങ്ങികൾ മാത്രമല്ല,
കളപ്പുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഈ മാടങ്ങൾ പോലെയുള്ളതാവാം ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും മാടക്കടകളൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് ഈ പോകുന്ന ഹരിപ്പാട്, പള്ളിപ്പാട് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ മാടക്കടകളും ധാരാളമുണ്ട്. മാടക്കടകൾ മാത്രമല്ല, മാടങ്ങൾ 2-3 ടൈപ്പുണ്ട്. ഒന്ന് ഈ കാവൽ മാടമെന്ന് പറയും. അത് ഈ നമ്മുടെ ഈ വയലിനോട് ചേർന്നിട്ട്, പുഞ്ചപ്പാടങ്ങളോട് ചേർന്നിട്ട് കാവൽ കിടക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു താൽക്കാലിക കുടിലെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇച്ചിരി 4 കാലിൽ പൊക്കി നിർത്തിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ മാടക്കടകൾ എന്ന് പറയുന്നത്. നമുക്കതൊക്കെ ഇനി പയ്യെ എക്സ്പ്ലോർ ചെയ്യാം. ഈ വീഡിയോയുടെ സക്സസ് അനുസരിച്ച് നമുക്ക് അതുപോലുള്ള ഐറ്റംസൊക്കെ ഇനി കവർ ചെയ്യാം. പിന്നെ ഈ വീഡിയോ ഇടുന്നതിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. കാരണം ഈ വരുന്ന ഒരു വഴികളിൽ പണ്ട് എന്നെ ആകർഷിച്ചിരുന്ന ഒരുപാട് ചെറിയ ഈ പറഞ്ഞ പോലെ മാടങ്ങളും ഈ കൽവിളക്ക്, അതായത് പ്രത്യേക രീതിയിലുള്ള കുറച്ച് കൺസ്ട്രക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ മാറി മാറി വരികയാണ്. അതുപോലെ ഈ മാടക്കട, ഈ ചുവട് താങ്ങി അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ മാറി മാറി വരികയാണ്. ഇപ്പോഴും ഞാൻ പോകുന്ന വഴിക്ക് ചെറിയ മാടങ്ങൾ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ ചെറിയ സ്റ്റീൽ കൊണ്ടുള്ള മാടങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുപോലുള്ള ഇതൊക്കെ ഇനിയും ഡിസപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ളൊരു കണ്ടീഷൻ ആയിരിക്കത്തില്ല അന്ന് എന്തായാലും. അപ്പം നമുക്കതും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാനും കൂടെയാണ് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് തന്നെ ഒരു പ്രചോദനമായത്. ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സ്ഥലത്തൊക്കെ പണ്ട് എന്താ പറയുക, വള്ളം കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു കണക്ടിവിറ്റി പോയിൻ്റ് ആയിരുന്നു അത്. നീറ്റൊഴുക്കെന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അതായത് നീരെപ്പോഴും ഒഴുകുന്ന സ്ഥലം. ആ കാണുന്ന ആ ഒരു ചെറിയ, ഇപ്പോൾ നമ്മൾ കയറി വന്ന കിടങ്ങ് ഒരു ശരിക്കും നേരത്തെ നാരോ ആയിരുന്നു. ഒരുപാട് അപകടങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. കാരണം ഇത്രയും വീതിയുള്ളൊരു വഴി പെട്ടെന്ന് അവിടെ വരുമ്പോൾ അങ്ങ് നാരോ ആവും. അപ്പം പെട്ടെന്ന് ആർക്കായാലും ഒന്ന് കൺട്രോൾ പോയിട്ട് നേരെ ആ ഒരു നീറ്റൊഴുക്കിലേക്ക് വീഴുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് അത് ക്ലിയർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ബിഹൈൻഡ് എവറി ബ്യൂട്ടി ദെയർ വിൽ ബി സംതിങ്, എന്താ പറയുക, ഒരു എല്ലാ സൗന്ദര്യത്തിൻ്റെ പിന്നിൽ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. മൂന്നാറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോൾ വേണേലും സ്വഭാവം മാറാം എന്നുള്ള തരത്തിലുള്ളൊരു ഏരിയയാണ് ഈ മൂന്നാർ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സഞ്ചരിക്കാനും ഇടപഴകാനും വരാനും ഒരുപാട് കാര്യങ്ങളും ചെയ്യാനും ഒക്കെ പറ്റുന്ന, അതായത് ഒരു സ്ഥലമാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രാമം എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം ഫിഷിങ്ങിന് പോകാൻ പറ്റും. ഒരുപാട് ഫിഷിങ് കമ്മ്യൂണിറ്റീസ് ഇവിടെയുണ്ട്. അത് ലൂറും ഇതും വെച്ചിട്ട് മാത്രമല്ല, വള്ളം, വല, അതുപോലുള്ള പല രീതിയിലുള്ള ഫിഷിംഗ് മെത്തേഡ്സ് ഇവിടെയുള്ള ആൾക്കാർ ഫോളോ ചെയ്യാറുണ്ട്. ഇവിടെ പല യൂട്യൂബേഴ്സും അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. പലതും നല്ല നല്ല വ്ളോഗ്സാണ്. പിന്നെ പലർക്കും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. യൂട്യൂബ് വ്ളോഗിങ് ആ ഒരു സ്റ്റൈലെന്ന് പറയുന്ന ഒരു കൾച്ചറായിട്ട് വളർന്നു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും എല്ലാവരും ഇപ്പോൾ യൂട്യൂബിൽ എന്താ പറയുക, വീഡിയോസൊക്കെ ഇടുന്നത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, ഫേമസ് ആവണം, വൈറലാവണം എന്നുള്ളൊരൊറ്റ മെൻറ്റാലിറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോഴും യൂട്യൂബിലേക്ക് വന്നിരിക്കുന്നത്. യൂട്യൂബ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഞാനിതിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം കൂടെ പറഞ്ഞേക്കാം. എന്തായാലും ഞാൻ എൻ്റെ വീടെടുക്കാൻ പോവുകയാണ്. ഓക്കെ, വീട്ടിലോട്ടുള്ള വഴി തന്നെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാനായിട്ടുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് നമ്മുടെ അതായത് കപ്പലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കഥകളൊക്കെ ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. ഈ നമ്മുടെ ക്വാറൻറ്റൈൻ സമയത്തൊക്കെ, ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ജൂലിസ് മാനുവൽ പോലുള്ള ആൾക്കാരുടെ ട്രാവലോഗ് ബുക്കൊക്കെ ഞാൻ വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്ന് പറയുന്നത് ഈ കപ്പൽ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. അതായത് ഒരു കപ്പൽ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് വെസലാണെങ്കിലും അതിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഒരു കപ്പിത്താൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ തലവൻ പോലെയാണ്. അയാൾ പറയുന്നത് പോലെയാണ് ഷിപ്പിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതനുസരിച്ച് മൂവ് ചെയ്യുക. അപ്പം ആ കപ്പലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ റെക്കോർഡിക്കലാണ്. അതായത് ഒരു ബ്ലാക്ക് ബോക്സിൽ എന്ന പോലെ ആ കപ്പിത്താൻ ഇതിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുപോലെയാണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അത് പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്യുക. അത് പുള്ളിക്കാരനും ശ്രദ്ധിച്ചില്ല. അതായത് നമ്മൾ വളവ് വീശി വരുമ്പോൾ പുള്ളി അത് സെൻറ്ററിൽ കൂടെയാണ് വന്നത്. അത് എപ്പോഴാണെങ്കിലും നമ്മളൊരു വളവ് തിരിയുമ്പോൾ, ആഫ്രിക്കൻ സഞ്ചാരി പറഞ്ഞതുപോലെ വളവ് തിരിഞ്ഞ് നമ്മളെ എതിരേൽക്കാൻ വരുന്നത് ഒരുപക്ഷെ ഒരു സിംഹമോ പുലിയോ ആയിരിക്കാം. നമ്മുടെ റോഡുകളെ സംബന്ധിച്ച് എതിരേൽക്കാൻ വരുന്നത്
ഓരോ വളവിലും ഓരോ ടിപ്പർ ലോറിയോ ബസ്സോ അല്ലെങ്കിൽ വലിയൊരു കാറോ അല്ലെങ്കിൽ നമ്മളാൽ ബാധിക്കപ്പെടാൻ പോകുന്ന ചെറിയ ഏതെങ്കിലും വാഹനമോ ഇപ്പോൾ ബൈക്ക് വന്നതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പോൾ എന്തായാലും അടുത്ത ഒരു ട്രാവൽ വീഡിയോ അല്ലെങ്കിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വരുന്നതുവരേക്കും ദിസ് ഈസ് സക്കറിയ സ്റ്റീഫൻ സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്ചറിങ്.